ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി പി സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വെണ്ടക്ക മെഴുക്ക് പുരട്ടിയുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു 10 വെണ്ടക്ക ഞാൻ എടുത്തിട്ടുണ്ട്. കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് നമുക്ക് 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണിത്. ഈ വെണ്ടക്ക മെഴുക്ക് പുരട്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. വെള്ളവും ഒഴിച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കിയിട്ടില്ല, നമുക്ക് ഓണാക്കി കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടിയിട്ട് ഒരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. വെണ്ടക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറി കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ച് 1 മിനിറ്റ് കൂടി നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് റെഡിയാണ്. വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയാണ്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായ വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഞാനൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.